അപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നു സുഹൃത്തുക്കളെ, പ്രതിപക്ഷ നേതാവായിട്ട് മറ്റൊന്നും വേണ്ട, പിണറായി വിജയൻ വരാൻ സാധ്യതയില്ല. വരാൻ സാധ്യതയുള്ളത് സജി ചെറിയാനാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി? KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയൊക്കെ ആണോ എന്നുള്ളതാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പകരം മറ്റൊരാൾ. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഒരു ഭാഗത്തുനിന്നും ഒരു സംസാരവും ഉണ്ടാകുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തൊന്നും അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്ത് CPI പോലെ ഘടകകക്ഷികളൊന്നും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നില്ല. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവർ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹ മധ്യത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആരായിരിക്കും മുഖ്യമന്ത്രി? KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയൊക്കെ ആണോ എന്നുള്ളതാണ്. ഇത് കൂടുതലും കോൺഗ്രസ്സുകാർക്കല്ല ഇതറിയാനുള്ള താല്പര്യവും വ്യഗ്രതയും. അവർക്കറിയാം ഇവരിൽ ആരെങ്കിലും ഒരാൾ വരും, അത് ആര് വന്നാലും അത് UDF കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നേട്ടം തന്നെയായിരിക്കും. ആരെയും മാറ്റി നിർത്താൻ പറ്റുന്നവരുമല്ല. ഇപ്പോൾ KC വേണുഗോപാലായാലും VD സതീശനായാലും നമ്മുടെ രമേശ് ചെന്നിത്തലയായാലും ഇവരൊക്കെ കോൺഗ്രസിന് വേണ്ടപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. ഇവരെയൊന്നും അവോയ്ഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനും സാധിക്കില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആര് വരും എന്ന് ഒരു ചർച്ചയാകാത്തത്? കാരണം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനാണ് ഇപ്പം ഭരണം കിട്ടിയിരുന്നെങ്കിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്ന് ഓൾറെഡി എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ കൊട്ടിഘോഷിക്കേണ്ടതായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഒരു ഭാഗത്തുനിന്നും ഒരു സംസാരവും ഉണ്ടാകുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തൊന്നും അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്ത് CPI പോലെ ഘടകകക്ഷികളൊന്നും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ പേര് വലിയ രീതിയിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ അവരുടെ സഹാക്കന്മാരും ഒക്കെ അത് കൊട്ടിഘോഷിക്കുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ, കാരണം 10 വർഷം അദ്ദേഹം ആഡംബരമായ ഒരു ഭരണമാണ് മുഖ്യമന്ത്രിയായിട്ടിരുന്നുകൊണ്ട് ആഡംബരമായ ഒരു ഭരണമാണ് അദ്ദേഹം നയിച്ചത്. അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് ഇനി ഈ പറഞ്ഞ ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ UDF-ന്റെ ആളുകളുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവായി ഇരിക്കുവാൻ അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവരെ പ്രതിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പം തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിനടുത്ത് ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, കുടുംബസമേതം അവിടെ താമസിക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടോൺമെന്റ് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് അർഹതപ്പെട്ടതാണ് അവിടെ ഫാമിലിയായിട്ട് താമസിക്കുക എന്നുള്ളത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പകരം സജി ചെറിയാനെ പോലുള്ള, ഇപ്പോൾ ചെങ്ങന്നൂർ MLA ആയിരിക്കുന്ന സജി ചെറിയാനെ പോലുള്ള ഒരാൾ ചിലപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം വളരെ ജനകീയനാണ്, പ്രതിപക്ഷമായിട്ട് മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. പിന്നെ CPM-ലെ തന്നെ ഒരു കോൺഗ്രസിന്റെ സ്വഭാവരീതിയുള്ള ഒരു സഖാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സജി ചെറിയാന് വളരെ അനുകൂലമായ ഘടകങ്ങളൊക്കെയുണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് വരുവാനായിട്ട്. അപ്പം പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സഖാക്കളൊന്നും എതിർക്കുമെന്നൊന്നും തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഏകപക്ഷീയമായിട്ട് തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരും. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ചയോ സംസാരമോ ഒന്നും സമൂഹ മധ്യത്തിൽ ഉയരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് ഇനി ഒരു ബാല്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് പ്രതിപക്ഷ നേതൃനിരയെ നയിക്കാനും ഭരണപക്ഷിയായിട്ട് ഒരു വാഗ്വാദങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഒരു പുതിയൊരു മുഖം വരാനാണ് സാധ്യത. അത് മിക്കവാറും സജി ചെറിയാൻ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇപ്പം ധർമ്മടത്ത് നിന്ന് ജയിച്ചിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷമൊന്നുമില്ല എങ്കിൽ പോലും അദ്ദേഹം അവിടെ ധർമ്മടത്ത് നിന്ന് ജയിച്ചു. ധർമ്മടം എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഉറച്ച കോട്ടയാണ്. അവിടുന്ന് അദ്ദേഹം ജയിച്ചു. അദ്ദേഹം നിയമസഭയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അദ്ദേഹം രാജിവെച്ച് ഒഴിയുമെന്ന് ഭരണം പോയത് കൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഒഴിയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ രാജിവെച്ച് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ രീതിയിൽ ബാധിക്കും. കാരണം അവർ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്നുള്ള ഒരു ചിത്രം സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ അദ്ദേഹം രാജിവെക്കാൻ സാധ്യതയില്ല. കുറച്ചു കാലമെങ്കിലും അദ്ദേഹം നിയമസഭയിലെത്തും. എന്നാലും പിന്നീട് ഒരു 1, 2, 4, 5 മാസമോ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ തന്നെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹം മത്സരിക്കേണ്ടതായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കൂടെ കിട്ടുമെന്ന് കരുതി മാത്രമാണ് അദ്ദേഹം മത്സരിച്ചത്. പല സീനിയർ നേതാക്കന്മാരും മാറ്റി നിർത്തിയപ്പോഴും പിണറായി വിജയൻ അങ്ങനെ ഒരു അവസരം കിട്ടി. ഇപ്രാവശ്യവും പിണറായി വിജയൻ വിചാരിച്ചത് 3ാം തവണയും CPM-ന് ഭരണം കിട്ടും, താൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുകൊണ്ടാണ് ടേം വ്യവസ്ഥകളിലൊക്കെ ഇളവ് നൽകിക്കൊണ്ട് 3ാം വട്ടവും മത്സരിക്കാനായിട്ട് പലർക്കും അവസരം കൊടുത്തതും അക്കൂടെ പിണറായി വിജയൻ അവിടെ മത്സരിക്കാൻ സാധിച്ചതും. അപ്പം ഭരണം എന്തായാലും പോയി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രിയായിട്ടിരിക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയൊരു മുഖം ഇപ്പൊ സജി ചെറിയാനെ പോലുള്ള ഒരാൾ വരാനാണ് സാധ്യത. അപ്പൊ സജി ചെറിയാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനാണ്. ഇപ്പം CPM-ലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ ഒരു മുഖം, കോൺഗ്രസ്സുകാരനെ പോലുള്ള ഒരു CPM-കാരനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ ജനകീയനാണ്, വലിയൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുകയല്ല സജി ചെറിയാനെ പറ്റി. തീർച്ചയായിട്ടും ഭരണപക്ഷവുമായിട്ട് വളരെ യോജിച്ചുകൊണ്ട്
പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനായിട്ട്, പ്രതിപക്ഷ നേതൃനിരയെ നയിക്കാനായിട്ട് കഴിവുള്ള വ്യക്തിയാണ് സജി ചെറിയാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം തീർച്ചയായിട്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകില്ല, സജി ചെറിയാൻ പ്രതിപക്ഷ നേതാവായിട്ട് വരും. കൂടാതെ തന്നെ വരും കാലങ്ങളിൽ പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കുകയും ധർമ്മടത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനും സാധ്യതയുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു വലിയ നിര തന്നെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുണ്ട്. PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, അങ്ങനെ ഒരുപാട് പേര്, VS ജോയി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര്. ഇവരെയൊക്കെ ഏറ്റുമുട്ടാൻ ഇന്ന് പ്രതിപക്ഷം അശക്തമാണ്. കാരണം അത്രയും പ്രാപ്തിയുള്ളവരൊന്നും ഇന്ന് പ്രതിപക്ഷ നേതൃനിരയിലില്ല. ആ ഒരു സാഹചര്യത്തിൽ ധർമ്മടത്ത് പിണറായി വിജയൻ രാജിവെച്ചാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്വരാജിനെ പോലുള്ള ഒരാളെ മത്സരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്വരാജിനെ അവിടെ വിജയിപ്പിച്ചടിച്ച് നിയമസഭയിൽ എത്തിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വരും കാലങ്ങളിൽ CPM-നെ നയിക്കാൻ ഒരു പാർട്ടി സെക്രട്ടറി, ഒരു മുഖ്യമന്ത്രി തലത്തിലേക്കൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു നേതാവാണ് സ്വരാജ്. ആ ഒരു രീതിയും ചിലപ്പോൾ ഈ കാലത്ത് നടന്നുകൂടാഴികയില്ല. അങ്ങനെ CPM-നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു വലിയ മാറ്റം തന്നെ ഈ 5 വർഷം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നു സുഹൃത്തുക്കളെ, പ്രതിപക്ഷ നേതാവായിട്ട് മറ്റൊന്നും വേണ്ട, പിണറായി വിജയൻ വരാൻ സാധ്യതയില്ല. വരാൻ സാധ്യതയുള്ളത് സജി ചെറിയാൻ തന്നെയായിരിക്കും.